ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സലിൽ എങ്ങനെയാണ് ഒരു ഇമേജ് ലിങ്ക് ചെയ്യുന്നത് എന്നാണ്. അതായത് നമ്മൾ നോർമലി എക്സലിലേക്ക് ഇമേജ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവിടെ വന്ന് ഇൻസേർട്ട് കൊടുത്ത് ഇതുപോലെ ആഡ് ചെയ്ത് നമുക്ക് അത് ഇതുപോലെ സൈസ് എല്ലാം കറക്റ്റാക്കി നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതൊന്നുമില്ലാതെ ഇൻസേർട്ട് ചെയ്യാതെ എങ്ങനെയാണ് ഇമേജ് ലിങ്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഒരുപാട് ലിങ്കുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം, ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഇമേജാണ് ലിങ്ക് ചെയ്യേണ്ടത്. ഞാൻ റൈറ്റ് ബട്ടൺ അടിച്ച് ഇവിടെ കാണുന്ന കോപ്പി ഇമേജ് അഡ്രസ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ആ അഡ്രസ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ചെയ്തതാണ് ഈ കാണുന്നതെല്ലാം അതുപോലെ തന്നെ ചെയ്തു വെച്ചതാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നതെന്ന്. ഈ ഫോട്ടോയുടെ കോളത്തിൽ വന്നതിന് ശേഷം ഈസിക്കൽ ടു അടിച്ചതിന് ശേഷം ഇമേജ് എന്നടിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ. അതിനുശേഷം ഏത് കോളത്തിനാണോ നമ്മുടെ ലിങ്ക് ഉള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഇമേജ് വന്നു കഴിഞ്ഞു. ഇനി ഇത് ഇതുപോലെ താഴോട്ട് ഡ്രാഗ് ചെയ്യുകയോ ഇത് ചെയ്താൽ ഇതുപോലെ ഇമേജ് വരുന്നതായിരിക്കും. ഡിലീറ്റ് ചെയ്തിട്ട് കോപ്പി ചെയ്താലും മതി. നമ്മൾ അടിച്ച ആ കമാൻഡ് കോപ്പി ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഓരോന്നിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നിന്നും കോപ്പി എടുത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ആയാലും ഇത് വരുന്നതായിരിക്കും. അപ്പോൾ എക്സലിൽ എങ്ങനെയാണ് ഇമേജ് ലിങ്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.